ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ ചെല്ലാർകോവിൽ എന്ന് പറയുന്ന ഒരു ഇക്കോ ടൂറിസം പോയിൻറ്റിലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഭയങ്കര രസമായിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോയിൻ്റാണ്. എന്ത് രസമെന്ന് പറയുക ഇവിടുത്തെ അന്തരീക്ഷം. നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര ആവേശമായിരുന്നേ ഈ ഒരു പടി കയറി ചെന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. അവൻ ഈ കയറി ചെന്നിട്ട് നോക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കും? അതെ, നമ്മൾ ഒരു ബോർഡർ ഡെസ്റ്റിനേഷനിലാണ് വന്ന് എത്തിയിരിക്കുന്നത്. അവൻ എന്ത് തമിഴ്നാട്, അവനെ തമിഴ്നാട് കാണുമെന്ന് അറിയത്തൊന്നുമില്ല. നമുക്കും അവിടെ ചെല്ലുന്നവരറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ കറക്റ്റ് ഒരു ബോർഡറിലാണ് എത്തിയിരിക്കുന്നതെന്നും. ഇതാ ആ കാണുന്നതാണ് തമിഴ്നാട്. നല്ലൊരു സൈറ്റിംഗ് ആയിരുന്നു അവിടെ നിന്ന് കിട്ടുന്നത്. വെയിലുള്ളതുകൊണ്ട് കുറച്ച് വിസിബിലിറ്റി കുറവായിരുന്നു. എന്നാലും ആ മലനിരകളും അതിനിടയിലുള്ള പാടങ്ങളും ഒക്കെ കണ്ട് തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നേ. ഒരു നല്ലൊരു പോയിൻ്റാണിത്. പ്രധാനമായിട്ട് ഞങ്ങളെപ്പോലുള്ള പേരൻസിന് കുഞ്ഞു കുട്ടികളിലായിട്ടൊക്കെ വന്ന് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. അധികം തിരക്ക് ബഹളമൊന്നുമില്ല. കുട്ടികൾക്കാണേലും നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് അവരെ കൊണ്ട് നടക്കാനായിട്ടും പറ്റുന്ന ഒരു ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നൊരു പ്ലോട്ടാണിത്. ഞങ്ങളവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അറിയുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നതിന് തൊട്ടപ്പുറം തമിഴ്നാടാണെന്നുള്ളത്. അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞത്, നിങ്ങൾ ആ പൂ വിരിഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടോ, അത് തമിഴ്നാടാണെന്നാണ്. അപ്പോൾ ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത്. ഇത്രയും ഒരു കാമാൻ കോയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് എൻട്രി ഫീ ഉള്ളത് അവരതുപോലെ തന്നെ ഈ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല നീറ്റായിട്ടും നല്ല ഭംഗിയായിട്ടാണ് അവർ ഈ പ്ലോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളവിടെ ചെന്ന സമയം തൊട്ട് കുഞ്ഞിൻ്റെ കണ്ണിൽ മുഴുവനും ഇത്തരത്തിൽ അവന് പറ്റുന്ന ഏരിയയിലൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാർക്ക് ഒന്നോർത്താൽ ഞങ്ങളുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കുറച്ച് നേരം കുട്ടികളും ടെൻഷനൊന്നും ഇല്ലാതെ അവരുടേതായിട്ടുള്ള മേഖലയിൽ അവരെ എൻജോയ് ചെയ്ത് നടക്കും. നമുക്ക് പേരൻസിനാണെങ്കിലും കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കൊന്നും നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു കൂടുതലും കുട്ടികൾക്കും പേരൻസിനും കൂടെ വന്നിരിക്കാൻ പറ്റുന്ന പാർക്കുകളും അതുപോലെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ വളരെ കുറവാണെന്ന് തോന്നിയിട്ടുള്ളത്. ഇതൊരു ചെറിയ ട്രീ ഹൗസാണ്. കുഞ്ഞും അതിൻ്റെ അച്ഛനും കൂടെ പതിയെ കയറി ചെന്നിട്ട് അവനവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ട് കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർ ആ ഏരിയയിലോട്ട് അവനെ വിടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നൊരു ഏരിയയാണ്. പിന്നെ അവരവരുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടനും കുഞ്ഞും കൂടെ നടക്കുകയാണ്. ഞാനും പൊടിയും കൂടെ ഇങ്ങനെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. പെട്ടെന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര തീരുമാനിച്ചത്. പക്ഷേ യാത്രയിൽ പോകുമ്പോഴും ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. ഞാനപ്പോൾ പറയണ്ടായി, ഈ യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ പല സ്ഥലങ്ങളും കണ്ട് പല കാഴ്ചകളും കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലം ഗൂഗിൾ ലൊക്കേഷനിൽ കണ്ടത്, ഇങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചത്. പക്ഷേ വന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു സ്ഥലമായിരിക്കും എന്ന്. നമുക്ക് പ്രകൃതിയും കാണാം, കുട്ടികൾക്കും കുറച്ച് നേരം സന്തോഷമാവും. നമ്മളത് ആ തൊട്ടടുത്ത് തമിഴ്നാട് വരെ കണ്ടു. ഇതൊരു ചെറിയ പിന്നെ എനിക്ക് എപ്പോഴും തോന്നുന്ന സമയമാണ്. ഇപ്പോൾ 2 കുട്ടികളായതിനു ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരവും കളിയും ചിരിയൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾ പലപ്പോഴും നമ്മളെ ഒന്നിച്ച് നിർത്തുന്നതെന്ന് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ഫാമിലിയും കുറേ പ്രാരാബ്ധമൊക്കെ വരുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആയി തീരും. നമുക്കറിയാം, 2 പേരും ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ കുട്ടികളോട് ഒട്ടും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലാത്ത മാതാപിതാക്കളായി പോയി നമ്മൾ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നമുക്ക് സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിൽ നമ്മളും കുട്ടികളും ഒക്കെ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ നമുക്കാരും സംസാരിക്കാനില്ല എന്ന് പറയുന്ന കാര്യത്തിലാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുപോലെ സ്ഥലങ്ങളിൽ പോകാനും നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണാനും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പ്രകൃതിയിലൂടെ നടക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ സമയം കൊടുത്താൽ മാത്രമേ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ, കുട്ടികൾക്കും ഒരു സന്തോഷം കിട്ടുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ട് ആകർഷണീയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെയാണ്. ഒരു ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇതുപോലെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്, ഒരു ചെറിയ കഫറ്റേരിയ ഉണ്ട്. പിന്നെ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൽ കയറി നമുക്ക് അത്യാവശ്യം കാഴ്ചകളും തമിഴ്നാടൊക്കെ കണ്ട് നമുക്ക് സന്തോഷിച്ച് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ പോയിന്റിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഓടി കയറി പോകുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഇല്ലിമല കൊണ്ട് നിർമ്മിച്ചിട്ടൊരു ഹട്ടാണിത്. നമ്മൾ പ്രതീക്ഷിക്കത്തേയില്ല ഇതിനൊരു വാതിൽ കാണും, നമുക്ക് അതിനുള്ളിലോട്ട് കടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി. ഞങ്ങൾ 4 പേരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി എന്ന് പറയാം.
എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. കാര്യം ഇതിനുള്ളിൽ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. കാര്യം ഇതിപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് അറിയാണ്ട് ചെന്ന് വിട്ടൊരു സ്ഥലമാണ്. പക്ഷെ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ പരിസരവാസികളോ അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സ് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയണേ. ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡനാണ്. ഞങ്ങൾ ചെന്നത് നല്ല ഉച്ച സമയത്തായതുകൊണ്ട് അധികം ബട്ടർഫ്ലൈസിനൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ അതും ഈ ഒരു ഭാഗത്ത് ഒരു അട്രാക്ഷനാണ്. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ചില്ലാർകോവൽ എക്കോ ടൂറിസം പോയിൻ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. കുഞ്ഞുസിനും ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഞങ്ങൾ 4 പേരും അത് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നല്ല കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പറ്റുന്നവരൊക്കെ പോവുക, സന്തോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. പ്ലീസ് ലൈക്ക്.